ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ പാവം, ഫുഡ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? മറ്റേത് ബ്രോക്കേഡല്ലേ, സോറി, ബ്രോക്കേഡിനേക്കാളും നല്ലത് ഇതാന്ന് എനിക്ക് തോന്നുന്നത്. ആരും ട്രൈ ചെയ്യാത്ത ഇതൊരു പുതിയ ഡ്രസ്സാണ്. എന്താണ് അതിന്റെ പേര്? മറന്നുപോയി. ദിസ് ടൈം റെഡ് നമ്പർ 4 നമ്പർ 4 സാരി നമ്പർ 4. യെസ്, റെഡ് കൊള്ളാലോ. റെഡ് നല്ലതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സാരി സെലക്ഷൻ എക്സ്പീരിയൻസ്? സത്യത്തിലല്ലേ നമുക്ക് ഇതിന്റെ ABCD അറിഞ്ഞൂടാ. ABCD അറിയെങ്കിൽ XYZ അറിയും. ഇന്ത്യ റിക്വയർമെന്റ് വേറെ, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര പ്രശ്നം. അതെ 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 അതെ, എവിടെ പോന്ന്? എന്താ എവിടെ പോന്ന്? ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടടാ. എന്താ പരിപാടി? കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഫുൾ ഡേ ഇൻ അവർ ലൈഫ് ആണ്. നമ്മള് ഫുൾ ഡേ ആയിരിക്കൂല, മേ ബി ഇന്നൊരു ഉച്ച ആവാറായി. അപ്പൊ അത് തൊട്ടുള്ള ഡേ ഇൻ അവർ ലൈഫ് ആയിരിക്കും. അതെ അതെ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ കല്യാണമൊക്കെ അടുത്ത് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് റഷും അതിൻ്റെ കുറച്ച് പരിപാടീസാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കല്യാണ പ്രിപ്പറേഷൻ, വെഡ്ഡിങ് പ്രിപ്പറേഷൻ, അതിലെ ഒരു പ്രിപ്പറേഷനാണ് ഇന്നും. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്നാണ് പ്ലാൻ. അതിൽ കുറച്ച് അധികം പ്ലാൻസ് നമുക്ക് ഉണ്ട്. എത്ര വരെ നടക്കുന്നറിയില്ല. ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ 1 by 1 നടക്കുന്നത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളൊരു പ്ലാൻ. അതുകൊണ്ടാണ് ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞത്. നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, ഇവിടുന്ന് ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് സമാധാനമായിട്ട് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ആദ്യം ഏതെങ്കിലും ഒരു എന്താ കഴിക്കുന്നത്? എന്റെ മൈൻഡിൽ നെയ്ച്ചോറും പള്ളിക്കറിയും കയറി. എന്താന്ന് വെച്ചാ ഞാൻ എന്തെങ്കിലും നല്ല റെസ്റ്റോറന്റ് ഒന്ന് തപ്പിയായിരുന്നു ഈ റെയിലില്. അപ്പൊ എനിക്കറിയാണ്ട് നെയ്ച്ചോറും പള്ളിക്കറി ആ ഒരു സജഷൻ വന്നു. ഒരു വീഡിയോ കണ്ടപ്പോല്ലേ നല്ല കൊതിയായിപ്പോയി അത് കഴിക്കാൻ വേണ്ടി. നല്ല അടിപൊളിയായിട്ട് വീഡിയോ കിട്ടും അറിയില്ല കേട്ടോ. നമ്മൾ നോക്കി വെച്ച റെസ്റ്റോറന്റ് എവിടെയാണെന്നറിയോ? സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് ഞാൻ ഒരെണ്ണം റീലിൽ കണ്ടത്. മുമ്പ് ഒരു ദിവസം നമ്മൾ ഇതുപോലെ റീൽസിൽ കണ്ടിട്ട് സ്റ്റേഡിയത്തിന്റെ അടുത്ത് പോയപ്പോ ആ കടയെ ഇല്ലായിരുന്നു. അതുപോലെ ആവോന്ന് അറിഞ്ഞൂടാ. ഇന്ന് പോയി നമുക്ക് നോക്കാം, കടയുണ്ടെങ്കിൽ അവിടെ കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം. തൽക്കാലം എന്റെ മൈൻഡ് ഇപ്പോ നെയ്ച്ചോറും പള്ളിക്കറിയിലും സെറ്റാണ്. പെട്ടെന്ന് പോവാം, ബിക്സ് എന്റെ ലഞ്ച് ടൈം ആവുന്നു. വാടാ, എന്നാ കേറട്ടെ. ഗാർഡിന്റെ ഫ്ലാറ്റ്, അത് കാണിച്ച ഫ്ലാറ്റ് നല്ല രസമില്ലേ? ഫുൾ ചെടിയൊക്കെ വെച്ചിട്ട് ഗാർഡൻ പോലെ ഉണ്ട്. ചിലതില് മരമൊക്കെ ഉണ്ടാവും, ഇതില് ഫുൾ ഫ്ലവറിംഗ് ആയിട്ടുള്ള ചെടികളാ വെച്ചേക്കുന്നത്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മളൊരു ഫ്ലാറ്റിൽ നിൽക്കത്തും പോലെ തോന്നില്ല. ഭയങ്കര ഗ്രീനറി ആയിരിക്കും. ഇത് കണ്ടോ, നല്ല ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടോ, ഒരു മൂടിയായിട്ടിരിക്കുന്നു, മഴ പെയ്യാൻ പോകുന്ന പോലെ. ഞാന് രാവിലെ വാഷ് ചെയ്യാൻ വേണ്ടി കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്ന് കാർ നല്ലോണം പൊടി പിടിച്ചു കിടക്കുന്നത്. നമ്മള് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സ്പ്രസ് വേയിലെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊടി പിടിച്ച് സീനാവുന്നു ഓഫീസ്. നമ്മളെ മെട്രോയുടെ, അതെ മെട്രോയുടെ, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് കാറൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഇടാന്ന് ഓർത്തിട്ട് ഇറങ്ങിയപ്പം മഴ പെയ്യുന്ന മഴക്കാറുണ്ടായിരുന്നു. വെറുതെ വാഷ് ചെയ്ത് പിന്നെയും ചളിയാവുമെന്ന് ഓർത്ത് എന്തായാലും ഞാൻ വാഷ് ചെയ്തു. പിന്നെ കാറ് വാഷ് ചെയ്യുന്നത് ഒരു ഫീലാണ്. ആ ഫീൽ ആർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കമന്റ് ചെയ്യും. അത് നല്ല രസമല്ലേ? സൺഡേ ലീവൊക്കെ കിട്ടുമ്പോ പതിയെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ ഇറങ്ങി കാറൊക്കെ പതിയെ വാഷ് ചെയ്തിട്ട് തുടച്ച് വെച്ച്, അതൊരു സുഖമല്ലേ? നിനക്ക് അതായിരിക്കില്ലല്ലേ സുഖം? എനിക്ക് വേറെ സുഖം. നിനക്ക് നിന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത്, എന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത്, എന്റെ ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന നമുക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഒരു ഫീൽ കിട്ടുന്നത് വണ്ടിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛനെപ്പോ പറയൂ, എന്റെ വണ്ടി എന്ന് നീ കഴുകി വെക്കാത്ത, എന്നിട്ട് അച്ഛനാ കഴുകി വെക്കാം. അങ്ങനെ നീ പറഞ്ഞ ഒരു ഫീലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എന്താ അറിഞ്ഞൂടാ, അതൊക്കെ എത്തും. അതിനുള്ള സമയം വരട്ടെ. നീ ഒരു വണ്ടി നല്ല സൂപ്പർ ആയിട്ട് ഒരു കാർ വാങ്ങുക, അപ്പൊ നിനക്ക് ആ ഫീല് വരും. സ്കൂട്ടർ ഉണ്ട്, എന്നാലും നിനക്കത് നിന്റെ ചേച്ചി വാങ്ങി തന്നോണ്ട് നിനക്ക് അതില്ലാത്തത്. സ്വന്തമായിട്ട് വാങ്ങണം. അങ്ങനെയല്ല, നമ്മള് ഒരു ഫീല് വരും അത്. അപ്പൊ നെക്സ്റ്റ് ടൈം നീ വാങ്ങൂല്ലേ അടുത്തൊരു കാറ്, ഒരു ഡ്രീം കാർ,
അപ്പൊ നമുക്ക് കാണാം ആ ഒരു ഫീല് വരുന്നുണ്ടോന്ന്. വിശക്കുന്നുണ്ടോ ആദി? 1 മണിയായില്ലേ? വിശക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നം എന്താ അറിയോ എനിക്ക്, ഓണാക്കിട്ടാ വെച്ചത്. അത് വെക്കുമ്പോ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫ് ആവൂലേ? അടങ്ങിയിരിക്കട്ടോ. ഓക്കെ കാണും. ഓക്കെ പോവല്ലേ? നമ്മള് പറഞ്ഞു വന്നത് വിശക്കുന്നുണ്ടോന്നാ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. വിശക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ ആ റീല് കണ്ട വൈബിലിരിക്കുക. എനിക്ക് ആ സാധനം വേണം. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇവിടെ നമ്മള് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ എക്സിറ്റ് ഗേറ്റിന്റെ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ മുമ്പ് നമ്മൾ കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിക്കറിയും കോമ്പോ. ഇല്ല, അത് അടച്ചുപോയി. പക്ഷെ അത് നല്ലതായിരുന്നു. അൺലിമിറ്റഡ്. എന്താ അടച്ചെന്നറിയില്ല. അവിടുത്തെ ബീഫൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ്. എനിക്ക് ആ ബീഫ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. എന്തിനാ അടച്ചെന്നറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവിടെ. നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അതാണ് അത് എന്താന്നൊന്നും അറിയില്ല. അതുപോലെ കാക്കനാട് ഇപ്പൊ ബീഫും അങ്ങനെ ചിക്കൻ പള്ളിക്കറിയും കിട്ടുന്ന സ്ഥലവും, ചിക്കൻ അല്ലോ ബീഫ് പള്ളിക്കറി, ചിക്കൻ ഉണ്ടോ? ഓക്കെ, നെയ്ച്ചോറും കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യൂ. കഴിക്കാൻ വേണ്ടിയാ. ഇടയ്ക്ക് ഇതുപോലെ മറ്റേ പരിപ്പ് കറി ഒഴിച്ച് അതിന്റെ സൈഡില് മറ്റേ അച്ചാറ്, പുളിയിഞ്ചി ഒക്കെ ഉണ്ടാവും ചില സ്ഥലത്ത്. അച്ചാറാണോ ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഉച്ചക്ക് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ എന്താ? അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കല്യാണം എന്നൊക്കെ പറയുമ്പോ കല്യാണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടാവൂല. അതാണ് പറയാൻ പറ്റത്. ഓക്കെ, അപ്പൊ അതിലൊരു ചടങ്ങാണ് ഈ പുടവ കൊടുക്കലല്ലേ അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ പുടവ നോക്കാൻ വേണ്ടി പോകുന്നു. നോക്കും, കിട്ടുമെങ്കിൽ വാങ്ങും. അതാണ് നെക്സ്റ്റ് പ്ലാൻ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാ അല്ലേ? എനിക്കെന്താ, ചുമ്മാ ഒരു പുടവ എടുത്താ പോരെ? നീ അല്ലേ കൊടുക്കുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്താ പ്രശ്നം? പുടവ കൊടുക്കണം, അതാണ് എന്റെ പ്രശ്നം. അത് എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയണ്ട. ഏതെങ്കിലും ഒരു പുടവ എടുത്ത് ഞാൻ കൊടുക്കും. ഏതെങ്കിലും നല്ലൊരു പുടവ എടുത്ത് കൊടുക്കും. ലൈഫില് ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോ നീ ഏതെങ്കിലും ഒരു പുടവ എടുത്ത് കൊടുക്കുവാണോ? എന്നാ ശരി, നല്ലൊരു പുടവ എടുത്ത് ഞാൻ തരാം. ഓക്കെ, അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. എനിക്കിപ്പോ ആ ഒരു വിശപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇത്ര നേരം വിശപ്പില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു വിശപ്പ് വന്ന് തുടങ്ങി. എന്താ അറിയോ പ്രശ്നം? എനിക്കൊക്കെ ഒരു മണിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 12:30 ആകുമ്പോ എല്ലാം സെറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത്, എനിക്കറിയാം അപ്പൊ 1 മണിക്ക് എനിക്ക് വിശന്ന് അതിന്റെ വിശപ്പിന്റെ പീക്കിലെത്തും. അപ്പഴേ എനിക്ക് ഫുഡ് കിട്ടണം. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ ഞാൻ അതുപോലെ റെഡി ആയിട്ട് പോയി കഴിക്കാനിരിക്കും. ഇവൻ എന്താന്ന് വെച്ചാ, ഇവൻ 1 മണിക്ക് വിശന്ന് കത്തുന്ന സമയമാണ്. ഇവന് 1 മണിക്കേ പോവുള്ളൂ. എന്നിട്ട് അവിടെ കിടന്ന് വിശക്കുന്നു പറയും. എന്ത് വിശക്കുമ്പോഴല്ലേ പോവാൻ പറ്റുള്ളൂ? ചെന്ന് കഴിഞ്ഞാൽ അവര് ഫുഡ് ഇവളെല്ലാം ആദ്യം പ്രീ പ്ലാൻ ചെയ്തിട്ട് എല്ലാം പോയി കഴിക്കാൻ പോകും. ഇപ്പൊ ഇവന് വിശക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ ഇവനെ കൊടല് കഴിഞ്ഞു തുടങ്ങും. വിശക്കുന്നു പറയും. നമ്മള് വിശക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ കഴിക്കാൻ പോവാ സാധാരണ. ഇപ്പൊ വിശക്കുന്ന മുമ്പ് എനിക്ക് വിശക്കൂന്ന് പറഞ്ഞ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. വിശക്കൂന്ന് അറിയാം, പക്ഷെ അതിനു മുമ്പ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്കിപ്പോ 1 മണിക്ക് വിശക്കാൻ പോകുന്നു. ഓക്കെ, 12:30 നമ്മള് റെഡി ആവണം, ഓർഡർ ചെയ്യണം. അത് ശരിയാ. ഓക്കെ, ഇപ്പൊ നമ്മള് പോകുന്ന സമയമായതുകൊണ്ട് ഓക്കെ 12:30 ഇറങ്ങിയാൽ 1 മണിക്ക് നമുക്ക് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യാം. അത് നോർമലി നമ്മളിപ്പോ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് താഴെ പോയ ഫുഡ് കിട്ടും. അപ്പൊ നമ്മള് പിന്നെ കിട്ടൂല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് കുറച്ച് സ്പീഡിൽ കിട്ടുന്നുണ്ട്. മുമ്പ് നമ്മള് പോകുമ്പോ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോ നമുക്ക് ഓക്കെ. നമ്മളിപ്പോ എവിടെ പോകുന്ന? കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ. ശരി, സ്റ്റേഡിയത്തിന്റെ അവിടെ. വിഷയം മാറ്റുന്നില്ല, നീതാണ് ശരി, ഞാൻ തെറ്റി. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ അല്ലേ പോകുന്നത്. ഓക്കെ, നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മൾ ഭയങ്കര അടിയാണ്. നമ്മളൊരു അടിയല്ല. ദിസ് ഇസ് എ ഫൺ ഫുൾ ഓഫ് ഫൺ. ഓക്കെ, എന്താ നിനക്ക് ഫണ്ണായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മള് സ്റ്റേഡിയത്തിന്റെ അവിടെ പോവാണ്. നിങ്ങൾ ആരെങ്കിലും വീട്ടില് കാറ്റ്സ് ക്ലോ വളർത്തിയിട്ടുണ്ടോ? കാറ്റ്സ് ക്ലോയോ? കാറ്റ്സ് ക്ലോ അതെന്താ? കാറ്റ്സ് ക്ലോ ഒരു ചെടിയാ. എനിക്കത് വീട്ടില് വെക്കണമെന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോ പണി വരും. എന്താന്ന് വെച്ചാ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് അത് ഭയങ്കര പടർന്നിട്ട് അതിനെ പിന്നെ
എന്താ പറയാ മുറിച്ച് കളഞ്ഞാലും അത് പോവാത്ത അവസ്ഥയിലെത്തും. അങ്ങനെ അതുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. മേ ബി ലൈക്ക് അങ്ങനെ നമുക്ക് പറിച്ച് കളയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പിന്നെ വെച്ചാ അബദ്ധമായി പോവല്ലോ. അത് അറിഞ്ഞിട്ട് വെക്കാന്ന് ഓർത്തിട്ടാ. ഓക്കെ, അതെന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും റെഫർ ചെയ്തേ. ഒരു പട്ടീനെ കൊണ്ടുവന്നു സ്കൂട്ടറിൽ. നമുക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ പരിപാടി മൂഞ്ചിയിരിക്കുന്നു. നമ്മള് ചതിച്ചു. നമ്മള് തപ്പി വന്ന കട ഇല്ല, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ്. ഇതിപ്പോ രണ്ടാമത്തെ തവണ നമ്മള് ട്രാപ്പായി. പണി കിട്ടുന്നത് ഈ സ്റ്റേഡിയം സൈഡിൽ തന്നെ. മാക്സിമം നമ്മൾ ഈ റീല് കണ്ട് ഞാൻ പറയാം, നമുക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയാം. നമ്മള് റീല് കണ്ട് വരുമ്പോ ആ റീല് എന്നാണ് പോസ്റ്റ് ചെയ്തത് അത് ആദ്യം നോക്കുക. ആ റീല് ചിലപ്പോ അത് ഒരു 1 year മുമ്പൊക്കെ പോസ്റ്റ് ചെയ്തായിരിക്കും. മേ ബി ആ കട ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നല്ല പഴയ റീലൊക്കെ ആണെങ്കിൽ കുറച്ചത് ആലോചിച്ചിട്ട് തന്നെ അവിടെ ഉണ്ടോ എന്നൊക്കെ മാപ്പിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട്. അത് ജാനിലോ എന്തോ ആയിരുന്നു, ജാനോ ജൂൺ എന്തോ ആയിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 6 to 7 months 8 months ആയിട്ടുണ്ട്. പക്ഷെ ആ ഷോപ്പ് ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ചിലപ്പോൾ മേ ബി സൺഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് കഴിക്കാം അല്ലേ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടുമോ? അതാ എനിക്കറിയാത്തത്. നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടും, നമുക്ക് നല്ലത് തന്നെ കിട്ടും എവിടുന്നേലും. അതെ. അപ്പൊ നമുക്ക് തപ്പി കണ്ടുപിടിക്കാം വേറെ എന്തേലും ലൊക്കേഷൻ ഉണ്ടോ നോക്ക്. ഇനി ഞാൻ നോക്കുന്നില്ല, പോകുമ്പോ കാണുന്നതിൽ കേറാം. എനിക്ക് വയ്യ. ഫുഡ് കണ്ട് ഗീ റൈസും ചിക്കൻ പള്ളിക്കറിയും വേണ്ടേ? അതിനിവിടെ ഇല്ലടാ. ചിക്കൻ അല്ലോ, ബീഫ് പള്ളിക്കറി. ഓക്കെ, എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ലേ? ഓക്കെ, എന്നാ നമുക്ക് വേറെ എന്തെങ്കിലും സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് വരാം. നമ്മുടെ കൊച്ചിയിലെ ജയലൻ സ്റ്റേഡിയം, എനിക്ക് വായി വരുന്നില്ല. ജയലൻ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്തു. ഇതാണ് അതിന്റെ ഒരു ലുക്ക്. ഈ സൈഡിലൊക്കെ എന്തോ ചെയ്യുന്നു, ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടില്ല. ഈ സൈഡിലുള്ള ഈ മരത്തിന്റെ ഈ തട്ടൊക്കെ ഇവര് വൃത്തിയാക്കി. ഇവിടെ ഇരിക്കാനുള്ള സൈഡൊക്കെ ഈ ചുറ്റും കെട്ടിയത് കണ്ടോ മരത്തിന്റെ, അതൊക്കെ ഫ്രഷ് ആയിട്ട് ആക്കിയതാണ്. ഫുട്ബോളിന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്തോ ഒരു സാധനം, ഫുട്ബോളിന്റെ ബോൾ വരെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിഞ്ഞിട്ട് വരുമ്പോ നല്ല ലുക്ക് ആയിരിക്കും തോന്നുന്നു. ഓക്കെ, നമുക്ക് വേറെ എവിടെയും കടയുണ്ടോ നോക്കാം. സ്റ്റേഡിയത്തിൽ എന്തായാലും നമുക്കൊന്നും കിട്ടിയില്ല. സ്റ്റേഡിയത്തിലെ മാക്സിമം ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കില്ല, മോസ്റ്റ്ലി വൈകിട്ട് ഓപ്പൺ ആവുന്ന ഷോപ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അതെ. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കാവേ. നമ്മൾ തറവാട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചിരിക്കുക. ഏതാ തറവാടല്ലേ? ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. പോവാ. ഇറച്ചിച്ചോറ് മറ്റേതില്ലല്ലോ. എന്തില്ല? ഗീ റൈസ് ഉണ്ടാവില്ല. തലക്കറി ഉണ്ട്. ഇവിടെ നമ്മള് തൃശ്ശൂർ പോയില്ലേ, ആ തൃശ്ശൂർ നമ്മള് മറ്റേ ഒരു മാമന്റെ കട അതുപോലെ തോന്നുന്നു കേട്ടോ. ഫുള്ള് സീ ഫുഡും. സീറ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. നല്ല ആംബിയൻസ് ആണല്ലോ, നല്ല വീട്. നോക്കി, പഴയ ഒരു വീട്. ഇവിടെ സീറ്റ് ഉണ്ട്. നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നു. അകത്ത് AC യാ. അകത്തിരിക്കണോ പുറത്തിരിക്കണോ? അകത്തുണ്ടോ? അകത്തെ സീറ്റ് ഉണ്ടോ? എനിക്കൊരു വാഷ് ചെയ്തിട്ട് അകത്തുണ്ടോ നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. എന്താ ഉള്ളത്? ഓക്കെ, നമ്മളെന്തായാലും ഈ സ്പെഷ്യലും ഗീ റൈസ് കഴിഞ്ഞോ? ബിരിയാണി മതിയോ? ഒരു ബിരിയാണി. എനിക്ക് മീൽസ് ഉണ്ട്. എന്നിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും പറയാം. സ്പെഷ്യലായിട്ട് ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്താ ഉള്ളത് സ്പെഷ്യൽ? ഫ്രൈ. ഇത് എന്തൊക്കെയോ ഉണ്ട് ഇതില്.
കൂന്തല്, ചെമ്മീൻ. ഇതെന്താ? ഇത് മീൻ മുട്ടയാ? മീൻമുട്ടയുണ്ട്, ചാളമുട്ടയുണ്ട്, കൂന്തലുണ്ട്, ചെമ്മീൻ റോസ് ഉണ്ട്, കക്കയുണ്ട്. ചാള എടുത്തു, ചാള ഫ്രൈ എടുത്തു, എന്നിട്ട് പറയാം. ആ അത് മാത്രം. എന്താ നോക്കുന്നേ, ചിരിക്കുന്ന നീ? ഞാൻ കൂന്തല് വാങ്ങാന്ന് ഓർത്തു. പിന്നെ അതെ അതെ, അച്ചാർ നല്ല രസമുണ്ട് ഈ സ്ഥലം. നമ്മള് ഇത് നോർമലി ഒരു ടൗണിന്റെ ഇടയ്ക്ക് തന്നെ ഇല്ലേ, ഒരു ടൗണിലാണ് ഇത്, അകത്തേക്കാണ്. നമ്മള് സ്പോട്ട് കിട്ടാഞ്ഞിട്ട് തപ്പി 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 വേറൊരു സ്പോട്ടിൽ പോകാൻ പോകുമ്പോൾ ഒരു വണ്ടി ഈ കടയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. കട കണ്ടപ്പോൾ തറവാടാണ് ഈ ഷോപ്പിന്റെ പേര്. അറിയാമോ? എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് ഞാൻ ഈ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് കയറ്റിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ഫുഡും നല്ല ഒരു ആംബിയൻസും ഉള്ള സ്ഥലമാണ്. പക്ഷെ കുറച്ച് റഷാണ്, നല്ല തിരക്കുണ്ട്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം സെറ്റാണ്. ഇവിടെ ബിരിയാണിയാണ് പറഞ്ഞത്. അതൊക്കെ ഗീ റൈസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ തീർന്നു. ആ ടിഷ്യൂ വാങ്ങിച്ചോ? ഗീ റൈസ് തീർന്നു, അതുകൊണ്ട് ബിരിയാണിയിലേക്ക് പോയി. പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കുന്ന മൂഡില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൽസ് വാങ്ങി. മീൽസും ചാള ഫ്രൈ. നീ ഹാഫ് അല്ലേ പറഞ്ഞത്? എന്നാ മതിയോ? ഹാഫ് ആയിരിക്കും. 2 വലിയ പീസ് ഉണ്ടല്ലോ. കുഴപ്പമില്ല, കഴിച്ചോ. ഓ, എനിക്ക് ഇഷ്ടപ്പെട്ട റൈസ്, വൈറ്റ് റൈസ്. സാധാരണ എല്ലായിടത്തും ബ്രൗൺ റൈസ് കിട്ടുക, അപ്പോൾ എനിക്ക് അതത്ര കംഫർട്ട് ആവും. അയ്യോ, അത് കൂടിപ്പോയി. ഓക്കെ, മതി. എനിക്ക് കാത്തിട്ട സമയമില്ല. കഴിച്ചോ. എനിക്കൊന്നും കിട്ടില്ലല്ലോ കറിയും സാമ്പാറൊന്നും. ആ സൈഡൊക്കെ വെച്ച് കഴിച്ചോ, അത്രേ ഉള്ളൂ തൽക്കാലം. സാമ്പാറുണ്ട് ഇവിടെ അത്രേ ഉള്ളൂ. ഇവിടെ കുറച്ച് പക്ഷികളൊക്കെ വെച്ചിട്ടുണ്ടായി കൂട്ടില്. തന്നാൽ ഒരു പീസ് ചിക്കൻ തരണോ? ഞാൻ തരൂല. മീൽസ്, ബിരിയാണി കഴിച്ചു തുടങ്ങിയാ? ഞാനും കഴിക്കട്ടെ. ഇവിടുത്തെ സാമ്പാർ എങ്ങനെയാണ് നോക്കാം. സാമ്പാർ ഓക്കെ. കാർത്തിക വിലാസത്തിന്റെ അത്ര ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മൾ ഷീമാട്ടിയിലെത്തി. ഇനി നേരെ ഷീമാട്ടിയിലേക്ക് കയറുക. എങ്ങനെ ഉണ്ടായിരുന്നു അത് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോറി കേട്ടോ, ഞാൻ കുളിച്ച ഉടനെ ഇറങ്ങിയോണ്ട് കോംബ് ചെയ്തില്ലായിരുന്നു, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, പാവം. ഫുഡ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എനിക്ക് ഇഷ്ടമായില്ല. എന്താന്ന് വെച്ചാ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത്, അതും ഹാഫ് CB. പക്ഷെ എനിക്ക് കിട്ടിയത് ഫുൾ CB ആണ്. ഞാൻ അത് ഓർത്തില്ല. ഞാൻ വിചാരിച്ച ഇനി ഇവിടുത്തെ ക്വാണ്ടിറ്റി ഇങ്ങനെയാണ്. ചില സ്ഥലത്ത് ഹാഫ് CB ആണ്, 2 പീസൊക്കെ ഉണ്ടാവും. ഞാൻ ഹാഫ് തന്നെയാന്ന് വിചാരിച്ച് കഴിച്ചു. എനിക്ക് ഹാഫ് തന്നെ മുഴുവൻ കഴിക്കാത്ത എനിക്ക് ഫുള്ളിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരാത്ത ബിരിയാണി, ഫ്രഷ് അല്ലാത്ത പോലെ തലേന്ന് എന്തോ വെച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിശപ്പ് തീർന്നപ്പോ അങ്ങനെ നിർത്തി. തറവാട് റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി ഓർഡർ ചെയ്യണ്ടെന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെയാണ്. ബിരിയാണി കഴിക്കാണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും മീൽസ് ആണ് ഞാൻ കഴിച്ചത്. മീൽസ് അത്യാവശ്യം ഓക്കെയാണ്, നോർമലാണ്. വേറെ വലിയ പ്രശ്നമൊന്നും, ഹെവി നല്ല മീൽസ് ഒന്നും അല്ല. ഓക്കെ മീൽസ് ആണ്. കുറച്ച് സ്പെഷ്യൽ എല്ലാം ഉണ്ട്. അത് വാങ്ങി കഴിച്ചാൽ ഓക്കെ ആയിട്ട് തോന്നും. ഓക്കെ, നോർമൽ മീൽസ് കഴിച്ച പോലെ തോന്നും. അപ്പൊ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പൊ നോക്കി കഴിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഫിഷ് ഫ്രൈ ഓക്കെയാണ്. വലിയ ഞാൻ പറഞ്ഞ കാർത്തിക വിലാസത്തിൽ നമ്മൾ കഴിക്കുന്ന അത്ര ഒരു വൈബൊന്നും ഇല്ല. ഓക്കെ, കാർത്തിക വിലാസത്തിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അന്ന് തന്നെ ആക്കി ഫീൽ ഉണ്ടാവും. അപ്പൊ നല്ല ചൂടും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടാവേ. പക്ഷെ ഇത് ഇവന്റെ ഫിഷ് ഫ്രൈ കഴിച്ചപ്പോഴും എനിക്ക് വലിയൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഒരു ഫിഷ് ഫ്രൈ, അത് ചാളയാന്ന് പോലും തോന്നിയില്ല ചിലപ്പോ. അതുകൊണ്ട് നിങ്ങള് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നോക്കി കഴിക്കാം. മോര് മാത്രം നല്ലായിരുന്നു. ഒന്നും പറയാനില്ല, മോര് അടിപൊളിയായിരുന്നു. മോര് ആരുണ്ടാക്കിയാലും നല്ലായിരിക്കും. ഇല്ല, നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ നമ്മള് ഷീമാട്ടിലെത്തി. നേരത്തെ ഷീമാട്ടിൽ കേറാൻ പോകുന്നു. കേറിട്ട് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻസ് ഒക്കെ സെറ്റ് ആക്കാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായാലും സൂപ്പർ ആയിട്ട് എനിക്ക് കുറെ ഐഡിയ ഉണ്ട് എന്റെ. ഒന്നുമില്ല, നേരെ കേറാ, എന്തേലൊക്കെ നോക്കുക, എടുക്കുക, അതാണ് എന്റെ ഐഡിയ. അതല്ല, എന്ത് വാങ്ങണോന്നറിയോ? അതെന്തേലും സെറ്റ് ചെയ്യാം. അറിയോ? ഓക്കെ, അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. കോൺഫിഡൻസ് കാണിച്ചേ. ഓക്കെ, പോവാ. ഓക്കെ, നമ്മള് സാരി നോക്കി തുടങ്ങിയിരിക്കുന്നു. ഏതാ നമുക്ക് സെറ്റ് ആവുമെന്നറിയില്ല, നോക്കാം. സാരി കൊടുക്കാൻ പോകാം. എന്തേലും നടക്കോ? അതെ, എത്രാമത്തെന്ന് അറിയില്ല. കുറേ റെഡ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് നമ്മള്, പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ് പോലെ, ലൈറ്റ് ആയിട്ട് പിങ്ക്. ഓക്കെ, അത് ഒന്ന് സെറ്റ് ചെയ്ത് ഉടുപ്പിച്ച് നോക്കാന്ന് ഓർത്ത്. നമുക്ക് ഏത് മോഡലാണ് സെറ്റ് ആവുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ എടുക്കാം. ഇതെല്ലാം വേറെ സിൽക്സാണ്. ഇതെല്ലാം ഇത് ഏത് സിൽക്കാ? ഇത് പ്യൂർ സിൽക്കാണ്. ഇത് സോഫ്റ്റ് സിൽക്ക് ആണോ? ആ സാരി റെഡ് ഒക്കെ ഇത് സോഫ്റ്റ് സിൽക്കാ. ഇതോ ഇപ്പൊ ഉടുക്കുന്നത് ബ്രോക്കേഡാ. ഇപ്പൊ ബ്രോക്കേഡാണ് നമ്മൾ ഉടുത്ത് നോക്കുന്നത്. സോഫ്റ്റ് സിൽക്ക് കുറേ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസം നമുക്ക് നോക്കണം, ഏതാ ഉടുക്കുമ്പോ നല്ലതാണ്. നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. സാരി കൊടുക്കാൻ ഭയങ്കര സിമ്പിളെന്ന് തോന്നുന്നു. എന്തത് കളറൊക്കെ കളർ രസമുണ്ട് അല്ലേ? എങ്ങനെയാ അതിന്റെ ഒരു സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല. കളർ ഓക്കെ, കളറിനല്ല. അല്ല, ഇങ്ങനത്തെ മോഡൽ മതിയോ? ബ്രൊക്കേഡ് ഇത് മതിയോ? ഇത്ര ഓവർ വേണോ? നോർമലൊക്കെ നമ്മൾ നോർമൽ സോഫ്റ്റ് സിൽക്ക് ഒന്ന് എടുത്ത് നോക്കാം. അത് മാറ്റിക്കോ. ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് എടുത്ത് നോക്കുന്നത്. ഇതിന്റെ ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു നേരെ നിക്ക്, ഇവിടെ ഏതാ ആ ഒരു ഇഷ്ടപ്പെട്ടില്ലേ? സാരി ഇങ്ങനത്തെ ഇല്ലേ കുറച്ചും കൂടെ രസം, കംഫർട്ട് തോന്നുന്നു. ഈ കസവ് വേറെ ടൈപ്പ് ഉള്ളത് നോക്കിയാൽ. മറ്റേത് ബ്രോക്കേഡല്ലേ, സോറി, ബ്രോക്കേഡിനേക്കാളും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, നീ നോക്ക്. സോറി, ബ്രോക്കേഡ്. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് നോക്കിയാലോ? വേറെ നോക്കാം, കസവ് വേറെ ഉള്ളത് നോക്കാം. ഇങ്ങനത്തെ ടൈപ്പ് നോക്കിയാലോ? ഇതല്ലേ ഉടുക്കാനൊരു കംഫർട്ട് ഉള്ളത്. നമുക്ക് ഈ സെക്ഷനിൽ കിട്ടിയില്ല, നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ പോവാം. അറിയോ എന്താ എടുക്കണേ? അതൊക്കെ അറിയാം. എന്തോ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. റെഡിനേക്കാൾ നല്ല ഓറഞ്ച് തന്നെയല്ലേ? വെച്ച് നോക്കിയപ്പോ പാറ്റേൺ കുറച്ച് മാറിയിട്ടില്ലേ? ഓറഞ്ച് കുറച്ചുകൂടെ കുഞ്ഞ് പാറ്റേൺ ആയിരുന്നു. കുറച്ച് വലിയ ഡിസൈൻസ് ആണ് വന്നത്, കുറച്ചുകൂടെ എവിഡന്റ് ആയി ഡിസൈൻ. അപ്പൊ അത്ര പോരെന്ന് തോന്നുന്നു. നോക്കാം. പ്രശ്നം എന്താ അറിയോ? എന്റെ മൈൻഡിൽ ഒരു സാരി ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് മാച്ച് ചെയ്തെടുത്തേനെ. അതില്ല.
അതുകൊണ്ടാണ് പ്രശ്നം. പക്ഷെ എന്നാലും റെഡ് കുഴപ്പമില്ല, വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാൽ ഇത് കല്യാണ സാരിയുടെ സെക്ഷനാണ്. നമ്മൾ എന്തിനാണ് ആക്ച്വലി ഇത് യൂസില് ഇത് അടുത്ത ദിവസം തിരിച്ചു വരുമ്പോൾ എടുക്കാനല്ലേ. ആ ആകെ നമ്മൾ 4 പേരെ ഉണ്ടാവുള്ളൂ. ഇത് കല്യാണത്തിന്റെ അന്നത്തേക്ക് പുടവ കൊടുക്കാൻ എടുക്കുന്ന സാരികളാണ് നമ്മൾ ആ സെക്ഷനിലാണ് നമ്മൾ എടുക്കുന്നത്. കുഴപ്പമില്ല, മനസ്സിലായോ? ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ. അത്ര ഹെവി സാരി വേണമായിരുന്നോ? എന്തായാലും ഇവിടെ നിന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനത്തെ ഈ സെക്ഷൻസേ ഉള്ളൂ ഇവിടെ. എനിക്ക് അറിഞ്ഞൂടാ. ഷീമാട്ടിൽ 6th ഫ്ലോറിലാണ് ഇങ്ങനത്തെ വെഡിങ് സാരീസ് എനിക്ക് ഒക്കെ ഇതിനേക്കാളും ഉള്ളത്. പാറ്റേൺ ഇഷ്ടപ്പെട്ട ഓറഞ്ചിന്റെ ചെറിയ ചെറിയ പാറ്റേൺസ്. ആ ആരാ അത്? എന്താ ഇത്? ഞാൻ തന്നെയാ. വെറൈറ്റി പോസാണ്. ആരും ട്രൈ ചെയ്യാത്ത ഇതൊരു പുതിയ ഡ്രസ്സാണ്. എന്താണ് അതിന്റെ പേര്? മറന്നുപോയി. ഉടുത്ത് നോക്കാം. ഇത് രണ്ടൊന്നും ഉടുത്തു ഉടുത്ത് നോക്കാം. ഇത് രണ്ടൊന്നും എടുത്തു. അടുത്ത സാരി ഉടുക്കുന്നു. ഓറഞ്ച്, ദിസ് ടൈം ഓറഞ്ച്. നമ്മളെ റിക്വയർമെന്റിന് ആ കളറ് നല്ല കത്തി നിൽക്കുന്നുണ്ട്. ദിസ് ടൈം റെഡ്. നമ്പർ 4 നമ്പർ 4 സാരി നമ്പർ 4. യെസ്, റെഡ് കൊള്ളാലോ. റെഡ് നല്ലതല്ലേ? അത്ര അടിച്ചു നിൽക്കുന്നില്ല, ഒരു ഓക്കെ ഒരു ഫീലിൽ നിൽക്കുന്നുണ്ട്. മീഡിയം. ആ മീഡിയം. മറ്റേത് ഭയങ്കര, മറ്റേ ഹൈയാ. ഇത് മീഡിയം. ആ റെഡ് അതെനിക്ക് എങ്ങനെ അറിയാം, പക്ഷെ അതിന്റെ മെറ്റീരിയൽ വേറെയാ. അത് വേറെയാ. അതിന്റെ അകത്ത് സോഫ്റ്റ് സിൽക്ക് ആണ്. ഇത് ബ്രോക്കോഡ് അല്ലേ? ബ്രോക്കേഡ്. ഇത് നല്ല കേട്ടോ, റെഡ് ഒന്നുമില്ല. ഇത് കുറച്ച് നല്ലതാന്ന് തോന്നുന്നല്ലേ. സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത് കല്യാണ സാരിയാണ്. നോക്കാം. ഇത് നിന്റെ ട്രഡീഷണൽ ടൈപ്പ്. ഇത് വേറെ ഫീൽ അല്ലേ? ഇത് വേറൊരു ഇത് പോലത്തെ അല്ലേ നല്ലത്? ആണോ? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. കാണാൻ രസമുള്ളത് ഇതുപോലത്തെയാ. മറ്റത് എന്തോ നോർമലി ഉടുക്കുന്ന പോലെ ഉണ്ട്. മറ്റേത് നോർമൽ. മറ്റേ നോർമലി ഉടുക്കുന്നതല്ല. പക്ഷെ ഇത് വേറെ ഫീൽ ഉണ്ട്. നല്ല നിന്റെ മൈൻഡിൽ ഈ സാരിയാണ്. നീ ഇങ്ങനെ ഉടുക്കാറില്ല, അതുകൊണ്ടായിരിക്കും. ഇല്ല, ആ യെല്ലോ ഗ്രീൻ ഇതല്ല, ഇതുപോലെയല്ല. ഇതുപോലത്തെ അല്ലേ അത്? പക്ഷെ അത് ഇത് സാരീന്റെ. പക്ഷെ ഇതാ രസം കാണാൻ. അല്ല, ഇഷ്ടമില്ല. നീ ഫോട്ടോ എടുത്തേക്ക്, ഞാൻ മൂന്നും കൂടെ ഒന്ന് കമ്പയർ നോക്കാം. നമ്മൾ ഫൈനലി ഒരു സാരി അങ്ങോട്ട് സെലക്ട് ചെയ്തു അല്ലേ? കുറേ കഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എന്തോ ഇന്ന് കെട്ടാൻ വേണ്ടി പോയപ്പോൾ എന്താ കെട്ടാൻ പോയത്? മറ്റേ ഇത് മുന്താനയില് ചെണ്ട് കെട്ടാ. അതാണ് പറയുന്നത്. അങ്ങനെ എന്തോ മുന്താന കെട്ടാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. അതെ, അതിനുവേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സാരി സെലക്ഷൻ എക്സ്പീരിയൻസ്? സത്യത്തിലല്ലേ നമുക്ക് ഇതിന്റെ ABCD അറിഞ്ഞൂടാ. ABCD അറിയെങ്കിൽ XYZ അറിയും. അതായത് ഏത് ഇങ്ങനത്തെ ടൈപ്പ് എടുക്കണം, ഏത് റേഞ്ച് എടുക്കണം. നമ്മളിപ്പോ അതൊക്കെ പഠിച്ചിട്ട് വരണം. അതൊക്കെ പഠിച്ചിട്ട് വരണം. എന്താന്ന് വെച്ചാ നമ്മള് ഫസ്റ്റ് അറിയണ, ചെക്ക് ചെയ്യണം എങ്ങനത്തെ ഇതൊക്കെ എടുക്കണം, ഏത് റേഞ്ചിൽ, ഏത് ടൈപ്പ്, ഏത് ഡിസൈന്. ഇപ്പൊ പട്ടാണെങ്കിൽ തന്നെ പട്ടിൽ തന്നെ പല ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. അത് നമുക്ക് അറിയണം. നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കറങ്ങി ഇവരെല്ലാം ബുദ്ധിമുട്ടിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉടുപ്പിച്ച് നോക്കി ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു. നമ്മൾ വീഡിയോയിൽ കണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടാവും. അത് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. കണ്ടതിൽ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതാന്ന് ഗസ് ചെയ്യുന്നവർക്ക് 500 രൂപ ഇവിടെ കൊടുക്കും. ഇവൻ കൊടുക്കും. നീയാ കൊടുക്കണ്ടേ? ഞാനാണോ? നമ്മളിപ്പോ പുടവയായിട്ട് എടുത്തതും കല്യാണ സാരിയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അവിടെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ തിരിച്ചിറങ്ങുന്നില്ല. അവിടെ നിന്ന് റിസോർട്ടിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ആ അടുത്ത ദിവസമാണ് ആ സാരി എടുക്കുന്നത്. അന്ന് പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല, ഒരു ഫംഗ്ഷനും അല്ല. പക്ഷെ അത് സ്റ്റിൽ ഒരു കല്യാണ സാരിയാണ് നമ്മൾ എടുത്തത്. നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഇഷ്ടപ്പെട്ട സെയിം സാരി ആയതുകൊണ്ട് അത് എടുത്തു. കല്യാണ സാരി എടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു സത്യത്തിൽ. സെക്കൻഡ് കഴിഞ്ഞു. കിട്ടി. നമ്മൾ സാരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു.
അല്ലേ നമ്മൾ ഈ സ്വാഗിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പോവാം. അത് ആയോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സാരി വാങ്ങുന്ന പരിപാടി. ഓൾമോസ്റ്റ് സാരി ഇത് ഒരു റെഡ് കളർ സാരിയാണ് നമ്മുടെ അടുത്തത്. അത് ഏതാണെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ അതൊന്ന് കിട്ടിയിട്ട് കാണിക്കാം. അവരത് പാക്ക് ചെയ്ത് സാരിയാണ്. അതിൽ റെഡ് കളർ ഒരു സാരിയാണ് നമ്മളെടുത്തത്. അതൊരു കല്യാണ സാരി അല്ലേ? ഓക്കെ, അത് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, അതെ നമ്മൾ സാധനം പാക്ക് ചെയ്യുന്നുണ്ട്. പോവാം. ഇതാണ് സാരി. ഇതിൻ്റെ അകത്തുണ്ട് സാരി. ഞാനാണോ? നിനക്കാണ് സാരി. എന്നാ ഇപ്പം തരുന്നില്ല നീ. ഇപ്പം എൻ്റെ ഫോണ് പോയി. ഓരോരോ സമയമുണ്ട്. ആ സമയത്ത് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, ആ സമയത്താണ് തരേണ്ടതെന്നല്ലേ. ആ സമയത്ത് തരാം. അതുവരെ എൻ്റെ കൈ വെക്കാം. ഓക്കെ, അപ്പോൾ സാരി ഷോപ്പിംഗ് ഈസ് കംപ്ലീറ്റഡ്. ഇനി നേരെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു. എന്താ ചോദിച്ചോ? നമ്മൾ സ്വാഗിൽ വന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഇവിടുത്തെ ആളില്ല. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും കയറി എന്നിട്ട് റീൽസ് സ്ക്രോൾ ചെയ്യുന്നു. ഇതാണ് സ്വാഗ്. ഇതാണ് നമ്മുടെ ഡിസൈനർ. ആൾ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ ഇന്നലെ വിളിച്ചെന്ന് വിട്ടുപോയി. ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ശരി, ഓക്കെ. ഇല്ല ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങി വരാന്നേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ആ ഒരു ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇറങ്ങല്ലേ. സമയം എത്രയായത്? വാച്ചൊന്നും ഇല്ലാണ്ട. അതെ, സമയം ഒരു 5:30 ആയി. നമ്മൾ ഉച്ചയ്ക്ക് കയറിയതാണ്. അപ്പോൾ ഒരു 5:30 ആയി. നമ്മൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഒരു ടീ ബ്രേക്കും കൂടെ എടുക്കാമെന്ന് ആലോചിക്കുന്നു. ഒരു ടീ ബ്രേക്കും കൂടെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇവിടെ കുറച്ച് ബ്രാൻഡ് ഷോപ്സ് ഉണ്ട്. അവിടെ നമുക്കൊന്ന് പോകണം. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് നോക്കാം അവിടെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ. ഓക്കെ, പോവല്ലേ? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ചായ തരുമെന്നല്ലേ? വെറുതെ തരില്ല, കാശ് കൊടുത്താൽ തരും. അതെ കൊടുക്കാം. കൊടുക്കാം. ഷവർമ കഴിച്ചാലോ? എന്താ ഒരു ഷവർമ കഴിക്കാതെ? ഒരു ഷവർമ കഴിക്കാൻ പേടിയാ? എല്ലാത്തിനും പേടിയാ. ഇപ്പൊ പുറത്തുനിന്ന് കഴിക്കാനേ പേടിയാ. എന്നാ നീ കഴിക്കണ്ട, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക. എവിടുന്നേലും സ്ഥിരം കഴിച്ച് നല്ലതാന്ന് അറിയാവുന്ന റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇവിടെ വൈബ് ഉണ്ടാവും. MG റോഡില് ഇവിടെ ഏതാ മിസ്റ്റർ ടീയോ? ഈ ഒരു സ്ഥലത്ത് കുറച്ച് വൈബുള്ള. ഈവനിങ് ആകുമ്പോൾ വൈബായിട്ട് പിള്ളേരൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. നമ്മുടെ ചായ വരട്ടെ. നമ്മളെ ചായ പറഞ്ഞിട്ടുണ്ട്. ഷവർമ കഴിച്ചാലോ എന്ന് ആലോചിക്കും. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കഴിക്കാം. പ്രശ്നങ്ങളൊന്നും പറ്റൂല. പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ വരട്ടെ, നമുക്കത് നേരിടാം. എന്താ നീ? ഓഹോ, ഇഷ്ടപ്പെട്ടോ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, മതി, നിർത്തിക്കോ, കഴിക്കേ. എൻ്റെ ഷവർമ വന്നു. ഷവർമ കഴിക്കട്ടെ. ആയിരിക്കും അല്ലേ? കഴിച്ചോക്കാം. എന്നെ തന്നെ ഞാൻ പറയുന്നത്, ആക്രാന്തം കാണിക്കില്ല. ഇത് പുറത്തേക്ക് പോകുന്നു തോന്നുന്നു കേട്ടോ.
നല്ല ആണോ? അടിപൊളിയാണോ? അത്രയില്ല, നല്ല ചൂട്. ചൂടാ, ഫ്രഷാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കഴിക്കാം. അതുപോലെ പോവാം. വയറ് സെറ്റായോ? എൻ്റെ വയറ് നിറഞ്ഞു. നമ്മൾ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത്. വെള്ളം കൂടെ കുടിക്കണം, എനിക്കും വെള്ളം കുടിക്കണം. ഇത് കോസ്കി. നമ്മളിപ്പോൾ MG റോഡിലാണ്. നമുക്ക് പോവാം. ചായ കുടിച്ച് വയറൊക്കെ ഒന്ന് സെറ്റായി. നമ്മൾ അടുത്ത പ്ലാൻ എന്താ? നിനക്ക് എന്തോ ബാഗ് നോക്കണം എന്ന് പറഞ്ഞാ? അലൻസോലി, പിന്നെ ഇവിടെ US പോളോ, മോച്ചി ഉണ്ട്. ഓക്കെ, എന്നാ നമുക്ക് നടന്നു പോവാം. ഓക്കെ, നമുക്ക് എന്നാ ഒരു യൂട്ടേൺ എടുക്കേണ്ടി വരും. യൂട്ടേൺ എടുത്ത് വരാം, എന്നിട്ട് പോവാം. ബാ, കയറിക്കോ. നമ്മളൊരു ബാഗ് നോക്കാൻ വേണ്ടി പോവാണ്. ഉണ്ടോ നമുക്ക് നോക്കാം. ലാപ്ടോപ്പ് എവിടെയില്ല. നമുക്ക് അലൻസോളിൽ നിന്നൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ MG റോഡിന്റെ സൈഡിൽ കൂടെ കടന്ന് കറങ്ങുന്നുണ്ട്. പീറ്റർ ഇംഗ്ലണ്ടിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മോച്ചി ഉണ്ടായിരുന്നു, മോച്ചി കണ്ടില്ല. US പോളോയിൽ ഞാൻ ഓൺലൈനിൽ ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? ഞാൻ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കിയതാ. ഹഷ് പപ്പീസിൽ കയറി നോക്കണോ? ഹഷ് പപ്പീസിൽ ഉണ്ടാവില്ല. മോച്ചിയിലൊന്ന് കയറി നോക്കാം. മോച്ചി ഒന്ന് കയറിയിട്ട് നമുക്ക് വരാം. ഇല്ല, വേറെ ഒരു ടൈപ്പ് ഹാൻഡ് ബാഗ് ഒക്കെയാണ് ഉള്ളത്. നമ്മളൊരു റിക്വയർമെന്റ് വേറെയാണ്. അതെ, നമ്മുടെ അല്ല, നിന്റെ റിക്വയർമെന്റ് വേറെയാ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം. അത് സ്ലിങ്ങും വേണം, കയ്യിൽ തൂക്കിയിടും വേണം, കഴുത്തിലും തൂക്കിട്ടോ. അത് കറക്റ്റ് സൈസിലും വേണം, അതിൽ സ്ക്വയർ ഷേപ്പും വേണം, എല്ലാം വേണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം ഇനി ഉണ്ടാക്കണം. ആരും ഉണ്ടാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. വാൻ ഹുസൈൻ ഉണ്ട്. വാൻ ഹുസൈനിൽ ചിലപ്പം എന്റെ റിക്വയർമെന്റ് വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ റിക്വയർമെന്റ് കൊടുക്കുന്നു, ആ റിക്വയർമെന്റ് അതുപോലെ ഉണ്ടാക്കി തരുന്ന ഇതുണ്ടാവും. അവിടെ പോയി നോക്കാം, അത്രേ ഉള്ളൂ. 50% ഓഫ് ഉണ്ട്, കിട്ടിയാൽ മതി അവിടുന്ന്. നമ്മൾ അലൻസോലിനും buy one get one ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എറിയാൻ അറിയുന്നവനെ. മോച്ചിൽ കയറി നമുക്ക് നോക്കാം. ചാൻസസ് ആർ ലെസ്. ഹലോ, അതെ, എന്താ എന്താ? ഞങ്ങള് ആസ് യൂഷ്വൽ ഇത് രണ്ടാമത്തെ തവണയാന്ന് തോന്നുന്നു ബാഗ് നോക്കി മൂഞ്ചുന്നത് നമ്മൾ. അതെ, അത് എനിക്ക് ശീലമായി തുടങ്ങിട്ടോ. അതെന്തായാലും ഇനി അവിടെ ആ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നീ ബാഗ് നോക്കാണ്ടിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. അല്ലെ വേറെ എന്തെങ്കിലും നെറ്റിൽ തപ്പിട്ട് സെറ്റ് ആക്കാൻ നോക്ക് കേട്ടോ. അതായിരിക്കും നല്ലത്. നെറ്റിൽ നോക്കി അത് എടുക്കുന്നതായിരിക്കും. എന്താ വെച്ചാൽ ഇനി ഷോപ്പിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, നീ എന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട്. അപ്പൊ നീ എന്തെങ്കിലും അത് സെറ്റ് ആക്ക. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയില് സാരി വാങ്ങല് കഴിഞ്ഞു. ബാക്കി പരിപാടി കൂടുതൽ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മള് ബാഗും കൂടെ നോക്കി ഇന്നത്തെ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുവാണ് ബാക്കിയുള്ള പരിപാടി. അതെ, ഇനിയും കുറച്ചുണ്ട്. നെക്സ്റ്റ് വീക്കോ വീക്ക് ഡേയ്സിലോ സമയം കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്യാന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതെ, ഇനി കല്യാണം വരെ നമുക്ക് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. എന്താന്ന് വെച്ചാൽ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വീക്ക് ഡേയ്സ് ഫുള്ള് പണിയുണ്ട്. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെങ്കിൽ അതും ചെയ്യണം. ബാക്കി കല്യാണത്തിന്റെ എല്ലാ പ്രിപ്പറേഷനും കംപ്ലീറ്റ് ചെയ്യണം. അതന്നെ. അപ്പൊ ഇനി നമുക്കൊരു 3 to 4 വീക്സേ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആവണം. ഇനി ഒരു 1 month ഇല്ല, സത്യം പറഞ്ഞാൽ 1 month ഇല്ല. അപ്പൊ അപ്പോ അതാണ്
അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്ര ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ വ്ളോഗ്. ഞങ്ങൾ ഏത് സാരി എടുത്തതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ഇപ്പൊ നമ്മളെ ചാനലിന്റെ സ്ട്രെങ്ത് കൂടി വരാണ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. യെസ്. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. See you guys. See you. Bye bye.